നടി സജ്ന നൂറിൻ്റെ അഭിമുഖം വൈറലായതിന് പിന്നാലെ പ്രതികരണവുമായി മുൻ ഭർത്താവ് ഫിറോസ് ഖാൻ രംഗത്ത്. 10 വർഷമായി സജ്ന തന്നെ ദ്രോഹിക്കുകയാണെന്നും ക്ഷമ നശിച്ചാണ് ഇങ്ങനൊരു വീഡിയോ വീണ്ടും ചെയ്യുന്നതെന്നും ഫിറോസ് പറയുന്നു. സജ്നയ്ക്ക് ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാമെന്നും പക്ഷേ തൻ്റെ മകനെ തനിക്ക് തിരികെ തരണമെന്ന് ഫിറോസ് പറയുന്നു. ഫിറോസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഈ വീഡിയോ ഇട്ടത് എനിക്ക് വിജയിക്കാൻ വേണ്ടിയൊന്നുമല്ല. എത്രയെന്ന് കരുതിയാണ് ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നത്? 10 വർഷം വേദനിപ്പിച്ചിട്ടും നമ്മൾ ഒതുങ്ങിപ്പോകുമ്പോൾ പലരുടെയും മുഖം രക്ഷിക്കാൻ എൻ്റെ തലയിൽ ഓരോന്ന് കൊണ്ടുവന്ന് ചാർത്തുന്നത് കൊണ്ടാണ് അന്ന് ആ വീഡിയോ ഞാൻ ഇട്ടത്. അല്ലാതെ അതൊരു വിജയമല്ല. ഇപ്പോഴും സജ്നയുടെ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഞാൻ ഇപ്പോഴും എൻ്റെ ലൈഫിലേക്ക് തിരിച്ച് എത്തിയിട്ടില്ല. ഇനിയൊരു വീഡിയോ ഇടുന്നില്ലെന്ന് വിചാരിച്ചതാണ്. വീണ്ടും ഒരു വീഡിയോയുമായി വന്നതിൻ്റെ കാരണം നാണക്കേടും ഗതികേടുമാണ്. വീണ്ടും സജ്ന വന്ന് വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുകയാണ്. ഞാൻ ചില സ്ത്രീകളുമായും ഒരു കുട്ടിയുമായും സെക്സ് ചെയ്തുവെന്ന തരത്തിലാണ് അവൾ ആ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത്. ഞാൻ അത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ഫ്രഞ്ച് കിസ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൾ തെളിയിക്കുകയാണെങ്കിൽ നിയമം അടക്കം ഒരുപാട് കാര്യങ്ങൾ ഉള്ളതല്ലേ. നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഞാൻ അങ്ങനൊരു സംഭവം ചെയ്തിട്ടില്ല. പിന്നെ സജ്ന ഒരു ഓഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. അവൾ എന്നെക്കുറിച്ച് പലവിധ ആരോപണങ്ങൾ നടത്തിയ ദിവസം വിളിച്ച കോളിൻ്റെ ഓഡിയോ ആണ് അത്. അവളിട്ട വീഡിയോ കളയാൻ വേണ്ടി ഞാൻ അതിൽ കാല് പിടിക്കുന്നുണ്ട്. 17കാരി പെൺകുട്ടിയുടെ കാര്യം അങ്ങനെയല്ലെന്ന് ക്ലാരിറ്റിയോടെ പറയൂവെന്ന്, അല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്നും അവളോട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ അവൾ ഇവിടെ നിന്നും എഡിറ്റ് ചെയ്ത് ഒറ്റ കാര്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനും 17കാരി കുട്ടിയുടെ കാര്യത്തിൽ ക്ലാരിറ്റി കൊടുക്കാനും ഞാൻ പറഞ്ഞപ്പോൾ ഊമക്കത്ത് വന്നതാണ് എന്ന തരത്തിൽ പറഞ്ഞോളാം എന്നൊക്കെ എന്തൊക്കെയോ കഥ പറഞ്ഞു. 10 വർഷം സജ്ന എന്നെ ഇട്ട് നശിപ്പിച്ച് ജീവിതം ഇല്ലാതാക്കി. ഇനി എന്ത് ജീവിതമാണ് എനിക്കുള്ളത്? നീ വിജയിച്ച് നിൽക്കുകയല്ലേ. പിന്നെ വീണ്ടും വന്ന് റസൂലിനെ രക്ഷിക്കാൻ ഓരോന്ന് പറയണമായിരുന്നു. ഇത് റസൂലിൻ്റെ കളി തന്നെയാണ്. അവൻ ഒരിക്കലും പുറത്തു വരില്ല. സജ്നയെ വെച്ച് കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ സജ്ന എന്തിനാണ് കുട്ടികളെക്കുറിച്ച് ഓരോന്ന് പറയുന്നത്? ദിയാസന പുറത്തു വരില്ലെന്നാണോ കരുതുന്നത്? അവൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ നീ പറയുമ്പോൾ അവൾ അത് പുറത്തു വന്ന് പറയില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തെറ്റുകൾ ചെയ്തുകൊണ്ടാണ് നീ വെള്ളം കുടിക്കുന്നത്. എനിക്ക് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ വേണം. വിളിച്ചിട്ട് നീ കോൾ എടുക്കുന്നില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ. ഇത്രയൊക്കെ ദ്രോഹിച്ചത് പോരെ? അല്ലെങ്കിൽ ഞാൻ കേസുമായി പോകും. നിനക്ക് റസൂലിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോളൂ. എനിക്ക് എൻ്റെ കുഞ്ഞിനെ തരണം. അവനുമായി എനിക്കുള്ള അറ്റാച്ച്മെൻറ്റ് നിനക്ക് അറിയാമല്ലോ. ഇനി എനിക്ക് ഒരു വിവാഹം പോലും ഇല്ലെന്നും ഫിറോസ് പറയുന്നു.